നമ്മുടെ അറുമുഖൻ ചേട്ടൻ ഉറക്കം ഒഴിച്ചല്ലേ, ഉറക്കം നിന്ന് മമ്മൂട്ടിയെ കാത്തു നിന്ന് എക്സ്പ്രസ് മ്യൂസിക്കിൽ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ മമ്മൂക്ക വഴക്ക് പറഞ്ഞു, ഇതിൽ എടുക്കില്ല. നമസ്കാരം, 70mm വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ആലപ്പുഴ മുല്ലക്കലാണുള്ളത്. ഇന്ന് ആലപ്പുഴയിലെ ഒരു കലാകാരനെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നേക്കുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം. അറുമുഖൻ ചേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആലപ്പുഴക്കാർക്കും അത്യാവശ്യം സിനിമ മേഖലയിലുള്ളവർക്കൊക്കെ അറുമുഖൻ ചേട്ടനെ അറിയാം. പിന്നെ ഒരുപാട് പേര് അറുമുഖൻ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ വന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. അറുമുഖൻ ചേട്ടൻ ഇപ്പോൾ ഇതുവരെ എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാനിപ്പോൾ ക്യാരക്ടർ റോളായിട്ട് 10-15ഓളം പടവും 10 പടത്തോളം ചെറിയ ഓട്ടവും ചാട്ടവും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ ക്യാരക്ടർ അല്ലാതെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10-25 പടം. ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയ പടം എന്ന് പറഞ്ഞാൽ വിനയൻ സാറിൻ്റെ അത്ഭുത ദീപം അല്ലേ? അതെ. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാരണം 92-ലാണ് വിയറ്റ്നാം കോളനി ചെയ്യുന്നത്. അത് ഈ പാട്ടിൽ ഡാൻസൊക്കെ ചെയ്യുന്ന പോലെ അതുമായിട്ട് ക്യാരക്ടർ കിട്ടുന്നത് അത്ഭുത ദ്വീപിലാണ്. അത്ഭുത ദ്വീപിലെ ജഡരാജകുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ മാത്രമല്ല എനിക്ക് വിനയൻ സാർ തന്നത്. ഒരു മുട്ട അടിച്ചിട്ട് ഒരിടത്തൊരിടത്ത് ആ പാട്ട് സീനിൽ ആ 3 നായികമാരുടെ ഒരു നായകനായ ശരിക്കും പറഞ്ഞാൽ ടോട്ടാലിറ്റി ഒരു നായക പരിവേഷവും കൂടി ആ പടത്തോടു കൂടി എനിക്ക് കിട്ടും. അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ഇട്ട് ചെയ്ത സിനിമയല്ലേ? ഒരുപാട് ഫൈറ്റ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു അല്ലേ? കുതിരപ്പുറത്ത് അതിനകത്ത് ചെയ്തായിരുന്നു. കുതിരപ്പുറത്ത് കയറിയായിരുന്നു. ക്ലൈമാക്സിന് കുതിരപ്പുറത്ത് വരുന്ന പൊക്കമുള്ളവരെ, പൊക്കം കൂടിയവരെ, ഫൈറ്റ് മറ്റേ നരഭോജികളെ ഞങ്ങൾ കുണ്ടെറിഞ്ഞ് കൊല്ലുന്ന സീനിലൊക്കെ ഞങ്ങൾ. വിനയ് സാറിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? വളരെയേറെ സപ്പോർട്ടുണ്ട്. കാരണം ഞാനൊരു കളരി അറിയുന്ന ആളല്ല. ഞാൻ അവിടുന്നായിട്ട് രാജകുമാരനായിട്ട് വരുന്നത് അവിടെ മൂത്ത രാജകുമാരിയെ കെട്ടാൻ വേണ്ടി വരുന്ന ഒരു രാജകുമാരൻ. അപ്പോൾ ഞാൻ ജഗതി സാറ് പറയുന്നുണ്ട് ഗതായുദ്ധത്തിൽ അഗ്രഗണ്യം എന്നൊക്കെ പറഞ്ഞ് ബൂസ്റ്റപ്പ് ചെയ്ത് വരുമ്പം, അപ്പോൾ അങ്ങനൊരു ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ വിനയ് സാറിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് അത്രയും ആ ഒരു വാൾപേറ്റ് സീൻ അഭിനയിക്കാനുള്ളൊരു പ്രചോദനമായത്. പിന്നെ അറുമുഖൻ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മമ്മൂട്ടി സാറിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം എനിക്ക് തോന്നുന്നു വിയറ്റ്നാം കോളനിയിലാണ് അഭിനയിച്ചത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? പിന്നെ ആലപ്പുഴയിൽ ഷൂട്ട് നടന്നായിരുന്നു. ആലപ്പുഴയിൽ ഷൂട്ട് നടന്നപ്പം മോഹൻലാലിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പം നമ്മുടെ ആലപ്പുഴക്കാരായ നല്ലവരായ നാട്ടുകാർ മറ്റേ ആനവാടിൻ്റെ അവിടെ, അപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പോൾ വെയിലത്ത് ഇങ്ങനെ മണിക്കൂറുകളോളം ലാലേട്ടനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പം എല്ലാവരും പറഞ്ഞു, നീ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ. അങ്ങനെ ആനവാടിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. അപ്പോൾ ആ ഫ്രണ്ടിന് അവിടെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ടീമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ PA ലത്തീഫ് എന്ന് പറഞ്ഞ സാറെന്നെ കാണുകയും അകത്തോട്ട് വിളിക്കുകയും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് നോക്കി. അങ്ങനെ ഫെബ്രുവരിക്കും PA ലത്തീഫ് സാറുമാണ് ആദ്യം എന്നെ വിളിക്കുന്നത്. ആ കുട്ടികളുടെ കുട്ടികളുടെ അഭിനയിക്കാനാണ്. പക്ഷേ ഞാനന്ന് 10ാം ക്ലാസ് പഠിക്കുന്നതാണ്. അധികം ദിവസം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ പോരേണ്ടി വന്നു. അന്ന് ലാലേട്ടനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യും. അതൊക്കെ വലിയ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ലാലേട്ടനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിറയലൊക്കെ അങ്ങോട്ട് ചെല്ലാനൊരു ഇതുണ്ട്. കാരണം ലാലേട്ടൻ എങ്ങനെയായിരുന്നു? ആലപ്പുഴക്കാരോടൊക്കെ ഭയങ്കര ജോളിയായിട്ടാണോ? നല്ല ജോളിയായിട്ടാണ്. കാരണം ഞാൻ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോഗ്രാഫ് ചെയ്യാനായിട്ട് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് ഓട്ടോഗ്രാഫ് എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് ചെയ്തപ്പം അവിടെയുള്ള എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കൊക്കെ വേണ്ടി ഞാൻ ലാലേട്ടൻ്റെയൊക്കെ ചെന്നു. പുള്ളി തന്നൊരു പോസിറ്റീവ് എനർജി കൊണ്ട് എത്ര പ്രാവശ്യം മേടിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മിക്ക ഇതിനും
അദ്ദേഹം എത്ര ദിവസം അഭിനയിച്ചായിരുന്നു വിയറ്റ്നാം കോളനിയില്? വിയറ്റ്നാം കോളനിയിൽ 10-12 ദിവസം അഭിനയിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു പട്ടണത്തിൽ ഭൂതത്തിൽ മമ്മൂക്കയോടൊപ്പം കടയില് മമ്മൂക്കയുടെ ഒരു നല്ലൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഒരു കഥയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഈ ഫോട്ടോ ഒരു ജീവിതത്തിലെ നമ്മൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം ഒരു 10:30 എനിക്കൊരു കോള് വരും, ആലുവയിൽ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ രാവിലെ 6 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വികലാംഗനാണ്, നമ്മളെപ്പോലുള്ളവർക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റത്തില്ല. ഒരു വണ്ടി സാധാരണക്കാരന് വേണ്ട ഒരു കാറോ അങ്ങനെയൊന്നും വിളിക്കാനുമില്ല. അപ്പോൾ എന്നാൽ മമ്മൂക്കയുടെ പടമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ, എങ്ങനെ അവിടെ എത്തണം. അങ്ങനെ അവിടുത്തെ ചേട്ടൻ തന്നെ പറഞ്ഞ് 4 മണിക്ക് ഒരു ബസ്സുണ്ട്, ആ ബസ്സിൽ കയറിയാൽ കറക്റ്റ് ആ ഷൂട്ട് നടക്കുന്ന സ്കൂളിൻ്റെ അവിടെ വണ്ടി നിർത്തും, അങ്ങോട്ട് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അധികം ദൂരം നടത്തുമില്ല. അങ്ങനെ ആ ഒരു ധൈര്യത്തിനകത്ത് 10:30 തൊട്ട് 4 മണി വരെ ഉറക്കം വളച്ചിരുന്ന്, അതാണ് മോഹമൊക്കെ ഒരുപാടിയിരിക്കുന്നത്. എന്നിട്ട് 4 മണിക്ക് ബസ് കയറി രാവിലെ അവിടെ ചെന്ന് 6 മണിക്ക് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് ഒപ്പിട്ട്, പക്ഷേ എന്നാലും നമുക്കായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഭയങ്കര ആകാംക്ഷയുണ്ട്. അപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു ലെവലിലാണ് നമ്മളവിടെ ചെല്ലുന്നത്. അങ്ങനെ അതിൽ രാജീവ് എന്ന് പറഞ്ഞൊരു ആർട്ട് ഡയറക്ടർ അസിസ്റ്റൻ്റ്, അദ്ദേഹം എന്നെ മമ്മൂക്കനെ പരിചയപ്പെടുത്തി. അങ്ങനെ ചെന്നപ്പം എൻ്റെ കയ്യിൽ എക്സ്പ്രസ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഫോണാണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പൊക്കിയെടുത്തപ്പം സാറ് പറഞ്ഞേ അത് വേണ്ട എന്താ പറയുക, ജോനോക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ് ഇപ്പം പോയത്. വർഷങ്ങളായിട്ട് നമുക്ക് പറ്റാത്തൊരു കാര്യമല്ല. പെട്ടെന്ന് ഞാനൊന്ന് ഡെസ്പായി. പക്ഷെ പെട്ടെന്ന് അപ്പം തന്നെ സാറ് പറഞ്ഞു ഇവിടെ എടുക്കാൻ ആളുണ്ട്. ഇല്ലേ എന്ന് ചോദിച്ചു തന്നെ ക്യാമറമാന്മാർ വരികയും എൻ്റെ ഫോട്ടോ അദ്ദേഹമായിട്ട് എടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുകയും. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹം അതിലും വലിയൊരു കാര്യമാണ് നമുക്ക് വേണ്ടി കരുതി വെച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പം അദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു പുള്ളി വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്രയും വലിയൊരു ഫോട്ടോ ആയിട്ട് ഇവിടെ വെക്കാനും പറ്റി. എൻ്റെ മൊബൈലിനകത്താണ് എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലുതായിട്ട് എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ആൾക്കാർ വരുമ്പോൾ ചോദിക്കുമോ ഇങ്ങനെ ഒരു ഈ ഫോട്ടോ എടുത്ത് മമ്മൂക്കായിട്ട് പരിചയമുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. മമ്മൂക്കായിട്ട് പോയി ഫോട്ടോ, അതാണ് ആദ്യം കേൾക്കുന്നത്, മമ്മൂക്കായിട്ട് ഫോട്ടോ. അപ്പൊ തന്നെ അതിന്റെ ഒരു വിയറ്റ്നാം കോളനിയുടെ സമയത്ത് ലാലേട്ടനുമായിട്ട് എടുക്കാൻ പറ്റിയില്ലല്ലേ? ലാലേട്ടനുമായിട്ട് എടുത്തതും വിറ്റാണ്. പക്ഷെ ആ ഫോട്ടോ എന്റെ മാമന്റെ ക്യാമറ ഉണ്ടായിരുന്നു, പഴയ റോളിംഗ് ക്യാമറ, ഫിലിം ക്യാമറ. നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാൻ വയ്യ, അവിടെ ചെന്ന് ഞെക്കുക എന്നുള്ളതല്ലേ. അപ്പൊ എല്ലാവർക്കും അന്ന് ഈ പള്ളി വെച്ചായിരുന്നു, പള്ളിയായിട്ട് ഒരു സീനുണ്ടല്ലോ വിയറ്റ്നാം കോളനി, ഗുജറാത്തി. അപ്പൊ നെടുമുടി വേണിച്ചോണ്ടുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്ന സാധനം എങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. നമ്മൾ കുത്തി പിടിച്ച് തുറന്നപ്പോൾ അതിലെല്ലാം അടിച്ചു കിട്ടി. ഈ ഒരു പാസിംഗ് ഷോട്ടെങ്കിലും കിട്ടിയിരുന്നെങ്കിലും എന്ന് ആഗ്രഹിച്ചിരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ. നമുക്ക് ഒരു പടത്തിൽ നായകനായിട്ട് 3:30 എന്ന് പറഞ്ഞ പടത്തിൽ നായകനായിട്ടുള്ളൊരു വേഷം വരെ ദൈവാനുഗ്രഹിച്ച് കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. ഓർഡിനറി എന്ന് പറഞ്ഞൊരു ഹിറ്റ് മൂവിയിൽ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ തന്നെ നമുക്കൊരു നമുക്ക് ദൈവം കൂടുതലായിട്ടാണ് തന്നിരിക്കുന്നത്. ഇല്ല, ഈ പൊക്കക്കുറവ് കൊണ്ട് നമുക്കൊരു കുറവ് തന്നെങ്കിൽ ജീവിതത്തിൽ നല്ല നല്ല നേട്ടങ്ങളാണ് തന്നിരിക്കുന്നത്. പിന്നെ നല്ല സിനിമയിൽ എന്തെങ്കിലും നല്ലൊരു പൊസിഷനിൽ വരും, അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ നമ്മൾ ഈ അഭിനയം സ്ക്രിപ്റ്റ് റൈറ്റിങ് ഇതുണ്ട്. സ്ക്രിപ്റ്റ് ആണെങ്കിലും മറ്റേ ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. എഴുത്തുണ്ട്. ഡയറക്ഷൻ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എഴുതുന്നുണ്ട്. ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ഒരു 5 കഥയോളം മനസ്സിലുണ്ട്. പക്ഷേ അത് ഒരെണ്ണം ഞാൻ എഴുതി അപ്പോൾ തയ്യാറാക്കി തമിഴ്നാട്ടിലെ ഒരു പുള്ളിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് റെഡിയാവുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഇതാകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉള്ളവരെ അതിലേക്ക് പിടിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. നല്ല മനസ്സുള്ള ആ ഒരു ഞങ്ങളെ കുറിച്ച് എഴുതാമെന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കേണ്ടതാണ്. വിനയ സാറിന് പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ ഷഹീദ് ഭായ് പോലുള്ളവരുടെ സപ്പോർട്ടുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ധൈര്യം. ഇനിയും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആകുമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഈ ചവിട്ടുപടിയാണ് ഞങ്ങളുടെ ഇതെന്ന് ഓർക്കുന്നു. നന്ദി, നമസ്കാരം.